അമ്മയ്ക്ക് വളർത്തുള്ളൂ. ശ്രുതി ഇതൊക്കെ നനച്ച് മുക്കി വെക്കുന്നുണ്ടെങ്കിലും ഇത് ഫുൾ അലക്കേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. ശ്രുതിക്ക് വയ്യാന്ന് പറഞ്ഞു. പാവം കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്യാം. ശ്രുതി ഒച്ചപ്പാട് പറഞ്ഞ് എണിച്ചുകൂടിയിട്ട് നടക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പ് കണ്ടിട്ട് ശ്രുതി പേടിച്ച് വിളിച്ചാണ്. ആർജി അങ്ങനെ തുണി അലക്കി. നമ്മൾ കുളിച്ചൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി കഴിഞ്ഞു. ഒരുങ്ങിയിട്ട് പുറത്ത് പോകാനാണ്, നമുക്ക് യാത്ര പോവാണ്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണത് എന്ത് ചെയ്യുന്നൊരു പിടിയില്ലാത്ത അവസ്ഥയിലാണ് പോണത്. വണ്ടിക്കാശ് പോലും കയ്യില്ലാത്ത അവസ്ഥയിൽ വണ്ടിക്കാശ് 10,000 രൂപ കിട്ടി. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ആളെ പോയിട്ട് ബാക്കിയുള്ള പേപ്പറൊക്കെ വാങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണം. എല്ലാം കൂടി പെട്ടിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ പുതിയ സാധനമൊക്കെ പെറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് പോകണം. എന്താണ് തേങ്ങ എല്ലാം എടുത്തുച്ചാ എന്തെങ്കിലും പോകാനുണ്ട് വണ്ടിക്കാശും ബാക്കിയുള്ള പൈസ ഒക്കെ. സ്റ്റേഷനിൽ പോയിട്ട് ടൗണിൽ വിളിച്ചിരിക്കാം. എന്നിട്ട് 2 പാട്ടൊക്കെ പാടുക, നീ അത് നടക്കുള്ളൂ. അപ്പൊ അവിടെ ഇരിക്കുന്ന പട്ടികളെല്ലാം കൂടി വളർന്നിട്ട് ആക്രമിക്കും. നീ ഏത് പട്ടിയാടിയെന്ന്